സത്യമായിട്ടും. കാരണം ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. ട്രിവാൻഡ്രത്ത് വഴിയില്ല, പേറുക്കട വഴിയില്ല. കാരണം സുഖല്ലേ? എന്തിന്റെ വിശേഷം? വന്നിരിക്കുന്നേ ജിമ്മ് വന്നില്ലേ? ഓണം എന്താ ഉഷാറില്ലാതെ? ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ വേണം. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. രണ്ടാമത്തെ തവണയാണ് ഞാൻ മസ്ജിദിൽ വരുന്നത്. ഭയങ്കര സന്തോഷം. എൻ്റെ ഒരു ഇനാഘോഷത്തിൽ എന്നെ ക്ഷണിച്ചത് മാത്രമല്ല റിയാസ്ക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഭയങ്കര ആഗ്രഹമായിരുന്നു നേരിൽ കാണണമെന്നുള്ളത്. എന്തായാലും ഇതിലൂടെ കാണാൻ സാധിച്ചു. ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ്, കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് ജിമ്മെന്ന് പറയുന്നത്. കാരണം ഷൂട്ട് ഉണ്ടെങ്കിലും എത്ര ലേറ്റ് ആയിട്ട് ഞാൻ ഷൂട്ട് കഴിഞ്ഞ് പോകാറുണ്ട്. വേണ്ടി മാത്രമാണ്. പിന്നെ ഞാൻ പണ്ടിരുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പണ്ട് 65 കിലോ ഉണ്ടായിരുന്നു. ഞാൻ അതിന് കുറച്ചാണ് 54 ആക്കിയത്. ഇപ്പൊ ഞാൻ ഇന്നലെ ആണ് സത്യം 2 കിലോ വീണ്ടും വെയിറ്റ് കൂടി. ഞാൻ ഭയങ്കര വിഷമം ഭയങ്കരമായിരുന്നു. കാരണം ജിമ്മ് തന്നെയാണ്. എന്താണെന്നറിയില്ല, എനിക്ക് പോകുന്നത് വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ട്. കാരണം പല അസുഖങ്ങളുണ്ടെങ്കിലും അത് മാറ്റി തരുന്നത് നമ്മുടെ അല്ലേ വർക്കൗട്ടോട് കൂടിയാണ്. നമ്മൾ ജിമ്മിന് പോകുന്നത് മസിൽ വയ്ക്കാൻ വേണ്ടി മാത്രമാണ്. അല്ല, മസിൽ വയ്ക്കാൻ മാത്രമല്ല, ജിം തരുന്നൊരു കോൺഫിഡൻസ് ആണ്, പേഴ്സണൽ കോൺഫിഡൻസ് നമുക്ക് എപ്പോഴും ജിം തരില്ല. അപ്പോൾ അതിൽ യു ക്യാൻ നമ്മുടെ ക്യാരക്ടർ ഇൻവോൾവ് ആണ്. എനിക്ക് ഈ ഗുഡ് ക്യാരക്ടർ നമ്മുടെ ലുക്ക് മാറ്റി തരും, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ, ദ വേ യു അപ്രോച്ച് പീപ്പിൾ, എല്ലാത്തിനും ഒരു മാറ്റമാണ്. ശരിയാണ്, ലുക്ക് മാറ്റി തരും. പിന്നെ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി വന്നിട്ടല്ലേ. കാരണം നമ്മൾ ടൈം പോകുന്നത് തന്നെ അറിയില്ല. പ്രത്യേകിച്ച് ലേഡീസ് ആണെങ്കിലും പോവാറുണ്ടോ ജിമ്മിൽ? പോവാറുണ്ടല്ലേ? പോവാറുണ്ടോ? സത്യം പോവാറുണ്ടോ? ഇല്ല, പോണം കേട്ടോ, സത്യമായിട്ടും. കാരണം ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. ട്രിവാൻഡ്രത്ത് വഴിയില്ല, പേറുക്കട വഴിയില്ല. കാരണം ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ടും ഞങ്ങളുടെ നാട്ടിൽ നല്ല ജിമ്മില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ സിറ്റിയിലോട്ട് സ്ഥലം മേടിച്ച് വീട് വെച്ച് തന്നെ. കാരണം ആരും പറഞ്ഞ വിശ്വസിച്ച് തന്നാണെന്ന് വിചാരിക്കുള്ളൂ. കാരണം നല്ല ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഏതൊരു ജിമ്മിൻ്റെ ആഘോഷം വിളിച്ചാലും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് മാത്രം. ഒരു ദേഷ്യമുണ്ട്, ഞാൻ പറഞ്ഞു തള്ളാണെന്ന് തോന്നുന്നു, ചേർന്ന് നോക്കുന്നുണ്ട്, ദേഷ്യം നോക്കുക. സത്യസന്ധമായ കാര്യമാണ്. എൻ്റെ പഴയ ഫോട്ടോസ് ഒക്കെ നോക്കിയാൽ ഞാൻ പണ്ട് ഇങ്ങനെയാണോ ചേച്ചി ഇരുന്നത്? ആണോ? കണ്ടിട്ടില്ല. ചേട്ടന്മാരെ കണ്ടിട്ടുണ്ട് എൻ്റെ പഴയ ഫോട്ടോസ്. എൻ്റെ ടമ്മാർപ്പോടെ സ്റ്റാർ മേജിക്ക് ഇവിടെ വന്നപ്പോൾ ഉള്ള ആളാണോ ഞാനിപ്പോ? ആണോ? അന്ന് ഞാൻ കുറച്ച് ഗുണ്ടായിരുന്നു, കുറച്ച് തടി ഉണ്ടായിരുന്നു, ചപ്പിയായിട്ടാണ് ഇരുന്നത്. ഇപ്പൊ ഇത് 6ാമത്തെ ബ്രാഞ്ചാണല്ലേ. അപ്പൊ 6ാമത്തെ ബ്രാഞ്ചിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയണ്ടേ, ആ ഒരു ജിമ്മ് അടിപൊളി ആയതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സ്വന്തം വരണം. അത് എന്നാ മാത്രം പോരാ, വരും. നിങ്ങളെല്ലാവർക്കും അറിയാം, എന്നാലും നിങ്ങളത് പരിചയപ്പെടുത്തുന്നത് ജിമ്മും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒത്തിരി സന്തോഷം കേട്ടോ. ബ്രദർ കൂടിയാണ് ഷാൻ, മെയിൻ ഹെഡ് കാണുക. ഓക്കെ, എന്തായാലും ഒരു യൂണിസെക്സിന് വേണ്ടിയിട്ടുള്ള ഒരു ജിമ്മാണ് തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അല്ലേ ചേട്ടാ? ജിമ്മിൽ പോകുന്ന ആളല്ലേ? സത്യം ആ വയറ് കണ്ടറിയാലോ. ഇപ്പൊ പോകുന്നില്ല, അതെന്താ പോകാത്തെ? ആക്സിഡന്റ് പറ്റി. മെമ്പറാണോ? അവിടുത്തെ ആളാണ്. ഓക്കെ, എന്തായാലും ഭയങ്കര സന്തോഷം എല്ലാവരും കാണാൻ കഴിഞ്ഞതിലൊക്കെ. എന്താ പറയണ്ടെന്ന് സന്തോഷം മാത്രം, സ്നേഹം മാത്രം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒന്നും ചോദിക്കാനില്ല, പോയാൽ മതിയോ? ഞങ്ങളെ പറഞ്ഞിട്ടാൽ മതിയോ? അങ്ങനെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്നെ ഇരുത്താൻ നോക്കണ്ട, പറയൂ. ഇരുന്നിട്ടാ വന്നേ, പറയൂ. എന്തെങ്കിലും ചോദിക്കാൻ. ഇന്നലെ അവിടെ വന്നിട്ടുണ്ടായിരുന്നോ എയർപോർട്ട്? ഉണ്ടായിരുന്നോ? ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇത് ജിമ്മല്ലേ? ജിമ്മുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞാൽ
ഞങ്ങളുടെ ആളാണ്. ഞാൻ ഈ biggest ജിമ്മിന്റെ ആരുമല്ല. ആ പുള്ളിയുടെ മുഖത്തേക്ക് പറഞ്ഞോട്ടെ. ബ്രാൻഡ് അംബാസഡർ ആക്കിയാണ്. ആ പുള്ളിയോട് പറഞ്ഞോട്ടെ. ആ പുള്ളി പറയാൻ ഞാൻ ആരുമല്ല. ഇനി മുതൽ ഇവിടെ കൂടുതൽ ഇനി പോലെ അതാണ്. ഇന്ന് മുതൽ. ഓക്കെ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഓക്കെ. Oh, Shukran 6 gym now. Yeah, alhamdulillah. Oh, thank you for all, or thank you also for and Shukran for all that connection. Say yes! Okay, I request all the coaches to please come. Mr. Naufal. ഇതിപ്പോ രണ്ടാമത്തെ തവണ വരും. അതെ. മാലിന്യമുള്ളവരൊക്കെ പുള്ളിയാണ്. കാമായ സ്ഥലമാണ്, വെരി പ്ലസന്റ്, വെരി നല്ല ഗ്രീനറി ഉള്ള സ്ഥലമാണ്, താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. അതാണ് വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നത്.